നിങ്ങളിലെ ചിലരെ പോലെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഈ റാഗി ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കൂ, റാഗി ദോശ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു അരക്കപ്പോളം റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് എന്താ പറയുക, വെറും റാഗി പൗഡർ മാത്രമല്ല കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കൂടെ ചേർത്ത് കലക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇവിടെ പാൻ ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പാൻ ചൂടായി വെളിച്ചെണ്ണ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. കല്ല് ചൂടാവാത്ത പ്രശ്നമോ എന്താ അറിയില്ല, ഫസ്റ്റ് തന്നെ ഒരു കളിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതൊരു കാര്യം ഫസ്റ്റ് നമുക്കെല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ചിലതൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് അടുത്തോട്ടൊക്കെ ശരിയാക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നല്ല അട്ട ഫ്ലോപ്പായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിത് എന്താ പറയുക, തോറ്റ് പിന്മാറുന്നില്ല. രണ്ടാമത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാഷാ അല്ലാഹ് കണ്ടില്ലേ, നല്ലോണം ഹോൾസ് എല്ലാം വന്നിട്ട് നല്ല കുത്തുള്ള ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറിച്ചിടുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ദോശയാണ് ഇത്, കളയണ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും പറ്റിയില്ല, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ദോശ, നല്ല സ്മെല്ലാണ് കേട്ടോ. അതുപോലെ രണ്ടാമത്തത് മൂന്നാമത്തൊക്കെ ഇതേ മെത്തേഡിൽ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുമക്കൾക്ക് ഇത് കൊടുക്കേണ്ട കാര്യം അറിയാലോ, ഏറ്റവും നല്ലതാണ്. നമ്മൾ അരിഭക്ഷണത്തെക്കാട്ടും റാഗിയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനെ കൂടി ഞാൻ നമ്മുടെ ഈ വെള്ളക്കടലക്കറിയാണ് വെച്ചത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയുള്ള ചിക്കൻ കറി പോലുള്ളൊരു കടലക്കറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്